മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. UA ലത്തീഫ് MLA ചടങ്ങിൽ അധ്യക്ഷനായി. 114.92 കോടിയുടെ വിവിധ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത്. ഗേൾസ് ഹോസ്റ്റൽ, ടീച്ചിംഗ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ഇന്റേണൽ റോഡ്, ഇന്റർവെൻഷണൽ കാർഡിയോളജി ബ്ലോക്ക്, വൈറൽ റിസർച്ച് ലാബ്, KVA ജനറേറ്റർ, ലേബർ റൂം ആൻഡ് കാർഡിയോളജി OP, 128 CT സ്കാൻ യൂണിറ്റ് തുടങ്ങിയവയാണ് പദ്ധതികൾ. കേരളത്തിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടത്തിയത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണെന്ന് മന്ത്രി പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ, അതായത് 2016 മുതലുള്ള കാലയളവിൽ പ്ലാൻ ഫണ്ടിലൂടെയൊക്കെ അനുവദിച്ച ചില പദ്ധതികൾ, ഹോസ്റ്റലുകളൊക്കെ ഒന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ സ്ലോ ആയിട്ട് വളരെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. കോൺട്രാക്ടർ അതുപോലെ ഏജൻസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ വന്നും അല്ലാതെയും തിരുവനന്തപുരത്തും നിരവധിയായിട്ടുള്ള മീറ്റിങ്ങുകൾ എടുത്തു. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ വല്ലാതെ കഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് താമസിക്കാൻ സ്ഥലമില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ അധ്യാപകർ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അപ്പാടെ ആ നിലയിലുള്ള പ്രതിസന്ധി. കാരണം ഒരു ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് ആകുമ്പോഴുള്ള നമ്മളൊരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത് പോലെയല്ല. ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമ്പോൾ നമ്മളത് പ്ലാൻ ചെയ്യും. അവിടെ അക്കാഡമിക് ബ്ലോക്ക് വേണം, ആദ്യ വർഷം 3 എസെൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ്സ് വേണം, പിന്നീട് ഓരോ വർഷം കഴിയുന്തോറും ഇങ്ങനെ അതിനകത്ത് ഡിപ്പാർട്ട്മെന്റ്സ് ആഡ് ചെയ്യണം, അതിൽ ലാബ് ഫെസിലിറ്റി ഇങ്ങനെ ആഡ് ചെയ്യണം, ആശുപത്രികൾ ഇങ്ങനെ ആയിരിക്കണം, അതിൽ മറ്റ് സൗകര്യങ്ങൾ ഇങ്ങനെ ആകണം എന്നുള്ള. പക്ഷെ ഇതങ്ങനെ ഇല്ല. അതുകൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള പ്രതിസന്ധികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നായി അത് പൂർത്തീകരിച്ചാണ് വാസ്തവത്തിൽ നമ്മൾ മഞ്ചേരിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സന്തോഷത്തോടെ പറയട്ടെ, ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജ് ആയിരുന്ന മഞ്ചേരി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജായിട്ട് ഉയർത്താനായിട്ട് നമുക്ക് കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ ഒരു നഴ്സിംഗ് കോളേജ് ഇവിടെ ആരംഭിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു. തൃക്കലങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള കരിക്കാട്, ചെറുകുത്ത് സബ് സെന്ററുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനവും മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. UA ലത്തീഫ് MLA പരിപാടിയിൽ അധ്യക്ഷനായി. ജില്ലാ കളക്ടർ VR വിനോദ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ KV വിശ്വനാഥൻ, നഗരസഭ ചെയർപേഴ്സൺ VM സുബൈദ, വൈസ് ചെയർപേഴ്സൺ VP ഫിറോസ്, നഗരസഭാ കൗൺസിലർമാർ, വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഒരു ചെറു തിളക്കത്തിൽ നിന്നാണ് ഇവളുടെ കഥ തുടങ്ങിയത്. കാതുകുത്താൻ വലിയ വാശിയായിരുന്നു അവൾക്ക് അന്ന്. പക്ഷേ ആ കണ്ണുനീരിൽ വേദനിച്ചത് എനിക്കാണ്. കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് കൗതുകമായിരുന്നു. ചെറുവിരലുകളാൽ അവയെ തൊട്ടുനോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു. കാതിൽ വിരിഞ്ഞ ഓരോ തിളക്കത്തിലും നീ വളർന്ന ഓർമ്മകളുണ്ട്, സ്നേഹത്തിന്റെ ഭംഗിയുണ്ട്. ജൂലൈ 15 മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ. കമ്മൽ ഓർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും.